കേരളമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ജൂൺ 19 നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന വലിയ ഇലക്ഷന് പങ്കെടുക്കുന്നവരും അല്ലാത്തവരും പോലും സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും PV അൻവറിന്റെ ഓരോ നീക്കങ്ങളാണ്. അപ്പൊ അതിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ് അദ്ദേഹം സമർപ്പിച്ച പത്രിക രണ്ട് പത്രിക സമർപ്പിച്ചതിൽ ഒരെണ്ണം തള്ളി എന്നുള്ളത്. ഇദ്ദേഹം നേരത്തെ തന്നെ ഈ പറഞ്ഞ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസിൽ മത്സരിച്ചെങ്കിൽ പോലും അതിനാവശ്യം മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിൽ പോലും അതിനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് എന്നുള്ളൊരു വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഇദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണോ എന്തായാലും സ്വതന്ത്രനായി മത്സരിക്കും? ആദ്യത്തെ കാര്യം, ഞാൻ PV അൻവറിന്റെ ഒരു ആരാധകനല്ല. PV അൻവറിന്റെ ആരാധകനല്ല എന്ന് മാത്രമല്ല, ഒരു 2 കൊല്ലക്കാലം PV അൻവറുമായി നേരിട്ട് ഏറ്റുമുട്ടിയ ഒരാളാണ്. അന്ന് അദ്ദേഹം LDFന്റെ ഭാഗമാണ്, CPMന്റെ പിന്തുണയുള്ള MLA ആണ്. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള തടയണയായാലും വാട്ടർ തീം പാർക്കായാലും ക്വാറി ആയാലും ഒക്കെ അതിനെതിരെ സമരം ചെയ്യുകയും നിയമപരമായി പോരാടുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. വ്യക്തിപരമായി ഞാൻ മാത്രമല്ല, പ്രൊഫസർ MN കാരശ്ശേരി അടക്കമുള്ള ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ അന്ന് അദ്ദേഹത്തിന് ഒരു കടന്നൽ സൈന്യമുണ്ടായിരുന്നു, സൈബർ കടന്നലുകൾ. CPMന്റെ പിന്തുണയോടുകൂടി ഈ സൈബർ കടന്നലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാനും പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അൻവർ നിയമവിരുദ്ധമായാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അന്നും എനിക്കറിയാം, ഇന്നും എനിക്കറിയാം. പക്ഷേ അന്ന് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുണ്ട്, ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട്. എനിക്കതില്ല. കയ്യേറ്റം വരെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അൻവറിനെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ യോജിച്ച ഒരു രാഷ്ട്രീയക്കാരനായി ഞാൻ അന്നും കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. ഇന്നിപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഈ നിലമ്പൂരിൽ നിന്നും 75,000 വോട്ട് കിട്ടും എന്നൊരു ഉറപ്പ് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? അതോ UDFന് തന്നെ ആയിരിക്കുമോ ഈ പറയുന്നത് പോലെ നിലമ്പൂർ കൂടെ പോവുക? ഞാൻ പ്രവാചകനൊന്നുമല്ല, പക്ഷേ നിലമ്പൂരിൽ എല്ലാ അടവും പഴച്ച ആളാണ് അൻവർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അൻവർ രാജിവെച്ച് വീണ്ടും അൻവർ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്തിനാ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചേ? ഇത്രയും പൈസ ചെലവാക്കി എന്തിനാ? രാഷ്ട്രീയ കക്ഷികൾ ചെലവാക്കി, നാട്ടുകാർ ചെലവാക്കി, സർക്കാർ ചെലവാക്കി. അതിനുവേണ്ടി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നവർ പിന്നെ ബുദ്ധിമുട്ട്, മഴക്കാലം. അപ്പോൾ തീർച്ചയായിട്ടും അൻവർ സ്വയം കൃതനാർത്ഥത്തിലേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് അനർത്ഥത്തിൽ എത്തിച്ചേർന്ന ഒരാളാണ്. അതാണ് അതിൽ കാര്യം. ഒന്നാമത് അദ്ദേഹം രാജിവെച്ചപ്പോൾ തീർച്ചയായിട്ടും രാജിവെക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. 9 കൊല്ലത്തിലെ ഏറെക്കാലം LDFന്റെ കൂടെ നിന്ന ആളാണ്. പിണറായി വിജയനെ പിതാവിനെ പോലെ കണ്ട ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അദ്ദേഹം പുറത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം കുറെ കാലമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. അയാളുടെ പുതിയ കാര്യമൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ BJPയുടെ സ്വാധീനം ഇലക്ഷനിൽ ഒക്കെ, അല്ലെ ഈ പോലീസിൽ, കുറെ കാര്യങ്ങൾ, പൂരം കലക്കൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളാണ്. UDF പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. പക്ഷെ ആ വശത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതിനൊരു സ്വീകാര്യത കൂടും. സ്വന്തം പക്ഷത്തു നിന്ന് ഒരാൾ പോകുമ്പോൾ സോ ഫാർ സോ ഗുഡ്, അതവിടെ നിന്നു. അദ്ദേഹം പറയുന്നത് പിണറായിസിനെതിരാണ് തന്റെ രാഷ്ട്രീയം എന്നാണ്. പിണറായിസിനെതിരാണെങ്കിൽ പിന്നെ അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലല്ലോ. പിണറായിസം എന്താ അവസാന തെരഞ്ഞെടുപ്പിൽ വരാൻ പോണ സംഗതി? തെരഞ്ഞെടുപ്പിൽ, ഏത് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ, എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് ഇതിലും ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരമായിരിക്കും തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുക. ലോക്സഭയായാലും അസംബ്ലി ആയാലും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ ആര് വരണം എന്ന ചോദ്യത്തിന് ഇനിയായിരുന്നു മുൻധാരണ. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്ര വോട്ട് ഇവിടെ കിട്ടിയത്. CPM കേന്ദ്രത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് CPMകാരും കോൺഗ്രസിന് വോട്ട് ചെയ്തു. കാരണം കോൺഗ്രസ് ഒരു CPM എന്ന് പറഞ്ഞാൽ സാധാരണ CPMന് വോട്ട് ചെയ്യുന്ന ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു അന്നത്തെ ചോദ്യം അതായിരുന്നു, ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന ചോദ്യമായിരുന്നു. അതിൽ CPMന് വലിയ പ്രസക്തിയില്ല, കോൺഗ്രസിനാണ് പ്രസക്തി. ഇപ്പോൾ ഉള്ള ഈ ചോദ്യം വരാൻ പോണത് എന്താ? അൻവർ തന്നെ ഉന്നയിച്ചതുപോലെ, ഞാൻ ആ വാക്ക് എനിക്ക് ഇഷ്ടമല്ല, പിണറായിസം എന്നൊന്നും പറയുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ്. പിണറായിസം അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടരണമോ വേണ്ടയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിലിപ്പോ LDFന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ജയിച്ചാൽ 3ാം പിണറായി സർക്കാരിന്റെ അംഗീകാരമായി അവരെടുക്കും. UDF ജയിച്ചാൽ ആ അംഗീകാരം ഇല്ല എന്ന് പറയും. 3ാം പിണറായി സർക്കാരിന് അംഗീകാരമില്ല. കാരണം LDFന്റെ സിറ്റിംഗ് സീറ്റാണ് LDFന് നഷ്ടമാവുന്നത്. അങ്ങനെ വരുമ്പോൾ
ഈ അൻവറിന്റെ പ്രസക്തി എന്തായാലും ഒന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF എന്നുള്ള ഒരു ഇതില് അങ്ങനെ വരും. അത് അങ്ങനെ വിഭജനം വരും. BJP പോലും ഇവിടെ അങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ശബരിമല ശബരിമല പ്രശ്നത്തിന്റെ കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് BJP ആണ്. പക്ഷെ അതിന്റെ മുഴുവൻ അഡ്വാൻറ്റേജും കിട്ടിയത് UDF നാണ്. കാരണം എന്താ? കാരണം UDF വേണോ LDF വേണോ എന്ന ചോദ്യം, BJP വേണോ എന്നുള്ള ചോദ്യമില്ല. ഇല്ല. അപ്പൊ ആളുകൾ ശബരിമല വിഷയം വോട്ട് ചെയ്യാൻ വരുമ്പോൾ ശബരിമല വിഷയത്തിൽ ഈ നിലപാടിന് വോട്ട് ചെയ്യണോ, ഈ നിലപാടിന് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കിട്ടിയത്. ഇവിടെയും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഒറ്റയ്ക്ക് നിന്ന് അവിടെ ജയിക്കാൻ ശേഷിയുണ്ട് എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെ അല്ലാതെ മുൻപ് അൻവർ അങ്ങനെ ചില പരീക്ഷ നടത്തിയിട്ടുണ്ട്. എറണാട് അവിടെ പക്ഷെ എന്താ, ഏറനാടിൽ അൻവറിനെ പിന്തുണച്ചത് LDF CPM ആണ്. എറണാട് LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു CPIയുടെ മുമ്പാണ് 2011. എന്നിട്ടും അൻവർ 2ാം സ്ഥാനത്തെത്തി. അതെങ്ങനെ എത്തി? CPM പിന്തുണ LDF സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്ത് പോയി. LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്ത് പോയി CPIക്കാരൻ. അപ്പൊ തീർച്ചയായിട്ടും അൻവറിന് അങ്ങനെ ഒരു പിൻബലം ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ 2021 ഇടതുപക്ഷത്തിന് അനുകൂലമായി കോവിഡും മറ്റു പല വിഷയങ്ങളൊക്കെ വന്നിട്ടും 2000 വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ അൻവറിന് അത്ര വോട്ടുണ്ട്, പിന്നെ CPMന്റെ വോട്ടുണ്ടെങ്കിൽ അയാൾ 2000 വോട്ടിന് ജയിച്ചാൽ പോരല്ലോ, ഭൂരിപക്ഷം പോരല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വോട്ട് കിട്ടുന്ന പറയാൻ ഞാൻ ജയിക്കുമെന്ന് എല്ലാവരും പറയുമല്ലോ, 1 ലക്ഷം നോക്കുമ്പോൾ യാതൊരു സംശയമില്ല. ഇപ്പൊ പാലക്കാട് ബൈ ഇലക്ഷൻ നടന്ന കാലത്ത് ഡോക്ടർ സരീൻ പറഞ്ഞത് ഞാൻ 70,000 വോട്ട് പിടിക്കുന്നു. മറ്റേ BJP സ്ഥാനാർത്ഥി പറഞ്ഞു അത്ര വോട്ട് പിടിക്കുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും മണ്ടത്തരത്തിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെയാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിൽ എല്ലാ സ്റ്റെപ്പും പഴച്ചു. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിക്കുന്നു. രാവിലെ ആവില്ല എന്ന് പറയുന്നു, വൈകുന്നേരം ആവുമെന്ന് പറയുന്നു. തലേദിവസം പറയുന്നു 1 രൂപ എടുക്കാനില്ല, ആസ്തിയുണ്ട്. അപ്പൊ ഒന്നൊരു സ്ഥിരത ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടൊരു ക്രെഡിബിലിറ്റി ഇല്ല, അയാളുടെ വിശ്വാസ്യത പോയി. ഇയാൾക്ക് MLA ആവാനാണെങ്കിൽ ഇയാൾക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു, LDFന്റെ വിമത MLA ആയിട്ട് തുടരായിരുന്നു. പിണറായി ചീത്ത പറഞ്ഞു കിടക്കായിരുന്നു, ഇയാൾക്ക് ഒരു കുഴപ്പമില്ല, ഇയാൾ സ്വതന്ത്രനാണ്, അയാളെ പുറത്താക്കാൻ പറ്റില്ല. അയാൾ തൃണമൂലിൽ ചേർന്നാൽ പോകും, പോട്ടെ. പക്ഷെ ഇപ്പൊ എന്താ സ്ഥിതി? അയാൾക്ക് തൃണമൂലിൽ ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൃണമൂൽ അയാൾ ഒരു ഇടത്താവളമായിട്ടാണ് കണ്ടത്. DMK നോക്കി, തൃണമൂൽ നോക്കി, ഒരു ഇടത്താവളമായിട്ടാണ് കണ്ടത്. ഇവിടെ പ്രശ്നം എന്താ? ഇയാൾ ഒരു സംശയവും വേണ്ട, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടായിരുന്നു എനിക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചാൽ മതി, കേരള താല്പര്യം. ഉറപ്പായിരുന്നു ഇയാൾക്ക് തൃണമൂൽ കിട്ടില്ല എന്നുള്ളതിന് കാരണം അയാൾ എന്തെങ്കിലും പണി ചെയ്യും. പക്ഷെ തൃണമൂലിന്റെ ചിഹ്നം അവർ കൊടുത്തപ്പോൾ ഇനി ചിഹ്നം കിട്ടാതിരിക്കണേ എന്ത് വേണം? 6 ഇലക്ഷനിൽ മത്സരിച്ച ആളാ BV അൻവർ. ഏത് ഇലക്ഷൻ അത്രയൊന്നും വേണ്ട. അറിയാവുന്ന ഒരു കാര്യം, നിങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ മണ്ഡലത്തിലെ 10 വോട്ടർമാർ അവരുടെ വോട്ടർ ID കോപ്പി അടക്കം കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ, എന്നെ പിന്തുണയ്ക്കുന്നതായിട്ട്. ഞാൻ ആ മണ്ഡലക്കാരനാവണമെന്നില്ല, പക്ഷെ എന്നെ പിന്തുണയ്ക്കുന്ന 10 വോട്ടർമാർ വേണം. ഓരോ കോപ്പി എനിക്ക് കൂടെയും വേണം. ഇയാൾ 3 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 എണ്ണത്തിൽ ഒരു 30 വോട്ടർമാർ വേണം. ഇയാൾ ചെയ്തതെന്താ? തൃണമൂലിൻ്റെ മാത്രം ഒരാളുടെ പേര് വെച്ചു. അതെന്താ? അതറിയാൻ ഒരു ബുദ്ധിയും വേണ്ട. തട്ടിപ്പാണ് നടത്തിയത്, വഞ്ചനയാണ് നടത്തിയത്. നമ്മളെ മാത്രമല്ല, മമതാ ബാനർജിയെ വഞ്ചിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചു എല്ലാവരും. മമതാ ബാനർജി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞവര് മമതാ ബാനർജി അവരെ വഞ്ചിച്ചു. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇയാൾ എല്ലാവരും വഞ്ചിച്ചു. ഇപ്പൊ UDFന് എന്താ പ്രശ്നം? UDFന് സതീശൻ മാറണമെന്ന് ഇയാളാരാ പറയാൻ? UDF ഒരു സംവിധാനമല്ലേ? ഇയാളെന്തൊരു സതീശൻ മാറിയാ ഞാൻ വരാം, അതെന്തൊരു മാറ്റം? പുറത്തു നിൽക്കുന്ന ഒരാളാണ്, അത് പറയാൻ പറ്റുമോ? ഇന്നാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ വരാം. എന്ത് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റും? ജ്യോതി സ്ഥാനാർത്ഥിയാക്കണം. ഇതൊക്കെ ഇയാൾ പറയാൻ ആരാണ്? ഇയാൾക്കൊരു അവകാശം ഇല്ലാത്തൊരു കാര്യം, ഒരു അധികാരം ഇല്ലാത്തൊരു കാര്യം ഇയാൾ പറയുകയും ഇയാൾ എന്തോ ഒരു മഹത്തായ ഒരു സ്വയം സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ മഹാനാണെന്ന് പറയുകയും എനിക്ക് ജനങ്ങൾ മുഴുവൻ ഉണ്ടെന്ന് പറയുകയും കാണാലോ. ഞാൻ കണക്കാക്കുന്നത് ദയനീയമായ തോൽവിയായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം അയാളോട് ദേഷ്യം കൂടി ഉണ്ടാവും ആളുകൾ. ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചേരും, ഈ ഇലക്ഷൻ വരാൻ വേണ്ടി ബുദ്ധിമുട്ടിച്ചേരും, ഇത്തരം ചെലവാക്കിയാലും ഇത്തരം ബഹളം ഉണ്ടാക്കിയാലും സാമാന്യ ജനങ്ങൾക്ക് ദേഷ്യം വരെ ഉണ്ടാവും.
പിന്നെ കുറച്ചുപേര് അവിടെ ഇവിടെ വോട്ട് ചെയ്യും. കാരണം അത് ഇയാളുടെ ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ച് ചെയ്തൊന്നുമില്ല, എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഇലക്ഷൻ പോളിംഗ് കഴിയുമ്പോഴേ വെച്ചോളൂ. പക്ഷെ അൻവർ ദയനീയ പരാജയമായിരിക്കും. അൻവറിന്റെ രാഷ്ട്രീയം ഇതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കറിവേപ്പില എന്നതുപോലെയും.